മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ആഗസ്റ്റ് 13 വ്യാഴം. മെസ്സി വരും വരും എന്ന് മലയാളികൾക്ക് മുന്നിൽ ആവർത്തിച്ചുറപ്പിച്ചും കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം കിളച്ചുമറിച്ചും കുതൂഹലം കൂട്ടിയതെല്ലാം വെറും തട്ടിപ്പിനുള്ള മറയായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് എന്ന് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. കളിഭ്രാന്തും വിറ്റ് പണഭ്രാന്ത്. മലയാളിയുടെ കമ്പങ്ങളിൽ കൈയിട്ടുവാരാനുള്ള ആക്രാന്തത്തിൽ ആർത്തിമൂർത്തികൾ ഏതറ്റം വരെ പോകും എന്നതിൻ്റെ അറുവഷളൻ ഉദാഹരണമാണ് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ പേരിൽ നടത്തിയ ഭീകര തട്ടിപ്പ്. കാട്ടിലെ തടി കട്ടുകടത്തി തടിക്കച്ചവട കമ്പക്കാരെയും ആപ്പിളിൻ്റെ ഐഫോണിനു പകരം മാംഗോ ഫോൺ എന്ന ഇല്ലാ ഫോൺ കാട്ടി മൊബൈൽ കമ്പക്കാരെയും വെട്ടിലാക്കി തട്ടിപ്പിൻ്റെ പുതിയ ചാനലുകൾ തുറന്നവർ കളിക്കമ്പക്കാരെയും കളിമന്ത്രിയെയും ഒന്നിച്ച് തൂക്കിയതാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട്. മുട്ടിൽ മരം മുറി കേസിൽ റിപ്പോർട്ടർ ചാനൽ ഉടമകൾ കോടതി കയറുന്ന നാളിൽ തന്നെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന കളിപ്പേരിലെ തട്ടിപ്പ് റിപ്പോർട്ടും പുറത്തുവരുന്നത്. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളിലെ മെസ്സി ആവേശം മുതലെടുത്ത് പണം വാരാനുള്ള ഭീകര തട്ടിപ്പു സംഘത്തിൻ്റെ മോഹവലയിലേക്ക് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം മുൻ സർക്കാരിനെ അടിച്ചുകയറ്റാൻ അവർക്ക് കഴിഞ്ഞു എന്നത് അതിദയനീയമായിരിക്കുന്നു. മെസ്സി വരും വരും എന്ന് മലയാളികൾക്ക് മുന്നിൽ ആവർത്തിച്ചുറപ്പിച്ചും അതിനുവേണ്ടി കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം കിളച്ചുമറിച്ചും കുതൂഹലം കൂട്ടിയതെല്ലാം വെറും തട്ടിപ്പിനുള്ള മറയായിരുന്നു എന്നാണ് ഇപ്പോൾ കായിക വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാവുന്നത്. കൂടുതൽ റിപ്പോർട്ട് അന്വേഷണങ്ങൾക്കായി ധനവകുപ്പിനും നിയമവകുപ്പിനും കൈമാറിയിരിക്കുകയാണ്. മെസ്സിയുടെ സന്ദർശനമെന്ന് പറഞ്ഞുള്ള ക്യാമ്പയിന് വിസിലൂതും മുമ്പേ അണിയറയിൽ ആരംഭിക്കുന്നുണ്ട് ഫൗൾ പ്ലേ. മുൻ കായിക മന്ത്രിക്ക് വന്ന ഒരു ഇമെയിലിൽ നിന്നാണ് ഉഡായിപ്പ് കളിയുടെ തുടക്കം. അർജന്റീനയിൽ നിന്നും ഇതാ വരുന്നേ എന്നൊരു മെയിലും അയച്ച് കേരളത്തിൽ വന്ന് കളിച്ചു പോകാവുന്ന വെറും കളിയല്ല ഇത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ, ഫിഫ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നീ വേദികളുമായി ബന്ധപ്പെട്ട മാച്ച് അപ്രൂവൽ, സംസ്ഥാന ധനവകുപ്പിൻ്റെ മുൻകൂർ അനുമതി, നിയമവകുപ്പിൻ്റെ പരിശോധന, ഫുട്ബോൾ കളിക്കായതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ NOC, DPR ഇങ്ങനെ ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗിക അനുമതിയോടെയേ മെസ്സിയുടെ വരവും കളിയും നടക്കൂ. ഇതൊന്നുമില്ലാതെയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ കത്തു നൽകി എന്നു പറഞ്ഞ് മെസ്സി വരുന്നേ എന്ന് സർക്കാരും സ്പോൺസർ കമ്പനിയും പെരുമ്പറയടിച്ചത്. ആ മെയിലിലുള്ളത് കത്തല്ല, അസോസിയേഷൻ്റെ ലഘുലേഖയായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതാവട്ടെ സ്പോൺസർ തന്നെ ഒപ്പിച്ചതാണ് എന്ന മറ്റൊരു വെളിപ്പെടുത്തലുമുണ്ട്. ഈ ലഘുലേഖ പൊക്കിപ്പിടിച്ചാണ് എല്ലാ ചട്ടങ്ങളും മറികടന്ന് അന്നത്തെ മുഖ്യമന്ത്രി, കായിക മന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവരുടെ മാത്രം നിയന്ത്രണത്തിൽ കാര്യങ്ങൾ ഒതുക്കി അർജന്റീനയുടെ ലോകകപ്പ് ടീം എത്തുന്നു എന്ന തരത്തിൽ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി കത്ത് നൽകിയത്. തട്ടിപ്പിന് ഇറങ്ങിത്തിരിച്ചവരുടെ കാര്യമിരിക്കട്ടെ, അതിന് തിടുക്കത്തിൽ ഒത്താശ ചെയ്തു കൊടുക്കുകയും അതിൻ്റെ ക്രെഡിറ്റിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുവഴി അന്തർദേശീയ തലത്തിൽ തന്നെ കേരളത്തിന് അപകീർത്തി വരുത്തുകയും ചെയ്ത അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പരിതാപകരം. സ്വകാര്യ സ്പോൺസർക്ക് സാമ്പത്തിക വാണിജ്യ നേട്ടമുണ്ടാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും അടക്കമുള്ളവരുടെ അറിവോടെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. അവരുടെ മുൻകൈയിൽ നടന്ന യോഗങ്ങളിലാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തത്. അല്ലാതുള്ളതൊക്കെ കായിക മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അറിയിപ്പായും നൽകിക്കൊണ്ടിരുന്നു. കായിക വകുപ്പ് ഉദ്യോഗസ്ഥരെ മുഴുവൻ നോക്കുകുത്തിയാക്കിയാണ് തട്ടിപ്പിനുള്ള ഒത്താശകൾ നടന്നത്. 218 കോടി ചെലവ് വരുന്ന പരിപാടിക്ക് വരുമാനമായി കണ്ടത് 82 കോടി രൂപയാണ്. 128 കോടിയുടെ അന്തരമുണ്ടായിട്ടും ധനവകുപ്പിൻ്റെ മുൻകൂർ അവലോകനത്തിന് വിട്ടില്ല. സ്പോൺസർ തെരഞ്ഞെടുപ്പിൽ സുതാര്യതയുണ്ടായില്ല. സ്പോൺസറുടെ സാമ്പത്തിക സ്രോതസ്സോ ഭദ്രതയോ പരിശോധിച്ചില്ല. സാമ്പത്തികമായി നേരത്തെ ആരോപണങ്ങൾ ഉയർന്ന ഒരു കമ്പനിക്കാണ് വിദേശ നാണയ വിനിമയത്തിനുള്ള അനുമതി നൽകിയത്. മത്സരത്തെക്കുറിച്ച് ഒരു തീർപ്പുമില്ലാതെയാണ് കൊച്ചി കലൂരിലെ സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾക്കു വേണ്ടി സ്പോൺസർക്ക് കൈമാറിയത്. ഇങ്ങനെ അടിമുടി അഴിമതിയിൽ മുങ്ങിയ തട്ടിപ്പ് പരിപാടിയാണ് മെസ്സിയുടെ സന്ദർശനം എന്ന വ്യാജ നിർമ്മിതി വഴി ഉണ്ടാക്കിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിൻ്റെ പരിപാടിക്ക്
മുഖ്യമന്ത്രി അടക്കം ഭരണത്തിൻ്റെ മേൽപ്പാളിയിൽ നിന്ന് ധൃതിയിൽ പിന്തുണ പതിച്ചു കിട്ടിയതിനു പിന്നിൽ എന്ത് എന്ന് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. സർക്കാരിന് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ എന്നാണ് പരിപാടിയുടെ പിന്നിലുള്ള ചാനൽ കമ്പനിക്കാരുടെ വാദം. സാമ്പത്തിക നഷ്ടത്തിൻ്റെ കണക്ക് വിശദാന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. എന്നാൽ സർക്കാർ മെഷീനറിയുടെ സഹായത്തോടെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കള്ളക്കളിക്ക് ഇറങ്ങിത്തിരിച്ചവരെല്ലാം ഇതിൽ മറുപടി നൽകാൻ ബാധ്യസ്ഥരാണ്. കേരളത്തിലെ പ്രമാദമായ തട്ടിപ്പു കേസുകളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു കമ്പനിയുമായി ഇത്തരമൊരു ധാരണയിലെത്തുന്നതിന് മുമ്പ് അവരുടെ ട്രാക്ക് റെക്കോർഡോ പോകട്ടെ, ഇക്കാര്യത്തിൽ അവരുന്നയിക്കുന്ന അവകാശവാദങ്ങളെങ്കിലും പരിശോധിക്കാൻ സർക്കാർ മെനക്കെടാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ബന്ധപ്പെട്ട എല്ലാവരും കണക്കു പറഞ്ഞേ തീരൂ. തട്ടിമുട്ടി നീങ്ങുന്ന മുട്ടിൽ മരംമുറി കേസ് പോലെ, അന്വേഷണം വെറും മാങ്ങാത്തൊലിയിൽ ഒതുക്കിയ മാംഗോ തട്ടിപ്പു കേസ് പോലെ ഒരു ലോകോത്തര കായിക ഇതിഹാസത്തെ വെച്ച് കേരളത്തെ ലോകത്തിനു മുന്നിൽ മാനം കെടുത്തിയ ഈ ഭീകര തട്ടിപ്പു കേസ് പരിണമിക്കാതിരിക്കട്ടെ. മാധ്യമം പോഡ്കാസ്റ്റ്.